ഹലോ ഹായ് നമസ്കാരം. എൻ്റെ പേര് രഞ്ജു. നോളജ് ബ്ലോഗറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ലോഗരിതം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. ആക്ച്വലി നമ്മൾ ഫിസിക്സിലാണെങ്കിലും കെമിസ്ട്രിയിലാണെങ്കിലും മാത്തമാറ്റിക്സിലാണെങ്കിലും പലയിടത്തും ഈ ലോഗരിതം കണ്ടിട്ടുണ്ട് അല്ലെ. പക്ഷെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് എവിടെയും പഠിക്കുന്നില്ല. അതായത് നമ്മൾ കാൽക്കുലേഷൻസിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആക്ച്വലി ആ കൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടല്ല നമ്മളത് യൂസ് ചെയ്യാറ്. ശരിയല്ലേ? നമുക്ക് ഈ വീഡിയോയിലൂടെ എന്താണ് ലോഗരിതം, ലോഗ് 100, ലോഗ് 10, ലോഗ് 20 എന്നതൊക്കെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യമാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആക്ച്വലി ലോഗരിതത്തിനെ രണ്ടായിട്ട് തിരിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ലോഗരിതം കാണാറുള്ളത് ഇങ്ങനെയാണ്. ഒന്നുകിൽ ലോഗ് 10 അല്ലെ, അല്ലെങ്കിൽ ലോഗ് 100, അങ്ങനെ ലോഗ് സംതിങ് സം വാല്യൂ, അല്ലെങ്കിൽ നാച്ചുറൽ ലോഗ്, അതായത് LN100, LN20 അങ്ങനെ കാരണം. നമുക്ക് ജനറലി നമുക്ക് വേണമെങ്കിൽ ലോഗരിതത്തിനെ ഇങ്ങനെ രണ്ടായിട്ട് പറയാം: കോമൺ ലോഗരിതം ആൻഡ് നാച്ചുറൽ ലോഗരിതം. ഈ ലോഗ് 10 അല്ലെങ്കിൽ ലോഗ് എക്സ് ജനറലി നമുക്ക് ലോഗ് എക്സ് എന്ന് പറയാം. ലോഗ് എക്സ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ കോമൺ ലോഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോമൺ ലോഗരിതം എന്ന് പറയുന്നത്. അത് കോമൺ ലോഗരിതത്തിന്റെ കീഴിൽ വരുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ നാച്ചുറൽ ലോഗരിതം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ LN(x), നാച്ചുറൽ ലോഗരിതം ഓഫ് എക്സ്, അതാണ് ഇതിൽ വരുന്നത്, നാച്ചുറൽ ലോഗരിതത്തിൽ വരുന്നത്. അപ്പോൾ അതിനൊക്കെ മുമ്പ്, അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ലോഗ് എന്ന് അതിന്റെ ഒരു ഔട്ട്ലൈൻ നോക്കാം. നമുക്കറിയാം വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 2^3. ഇതാണ് 2^3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 2^3 is actually 8. ശരിയല്ലേ? 2^3 എന്ന് പറഞ്ഞാൽ 8 ആണ്. ഇതിനെ നമുക്ക് ലോഗ് വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ലോഗ് ടു ദ ബേസ്, ഏതാണോ നമ്മുടെ ബേസ് അതാണ് ടു ദ ബേസ് 2, and the result 8 is equal to 3. അതായത് ഇവിടെ നമ്മൾ എഴുതിയ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2^3, അതിൽ 2 ആണ് നമ്മുടെ ബേസ്, 3 ആണ് നമ്മുടെ പവർ അല്ലെ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഈ 2നെ നമ്മൾ പറയുന്നതാണ് എന്ത്? ബേസ്. 2 ആണ് നമ്മുടെ ബേസ് ആൻഡ് 3 ആണ് നമ്മുടെ പവർ എന്ന് പറയും, എക്സ്പോണൻഷ്യൽ എന്ന് പറയും നമ്മൾ അതിന്. അതുപോലെ തന്നെ ഇൻഡെക്സ് എന്ന് പറയാറുണ്ട്, ഇൻഡെക്സ്. ഇതൊക്കെ നമ്മൾ ഈ 3നെ പറയുന്ന ടേംസ് ആണ്. അതുപോലെ 8 ഈസ് അവർ റിസൾട്ട് അല്ലെ. ഫൈനൽ റിസൾട്ട് എന്താണ്? 8 ആണ്. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം: ലോഗ് ടു ദ ബേസ് 2 ഓഫ് 8 ഈസ് ഈക്വൽ ടു 3. ക്ലിയർ ആയിട്ട് നോക്കിയേ. 2 എന്ന് പറയുന്നത് നമ്മൾ എന്താണോ ബേസ് ആയിട്ട് എടുത്തത്, ഏതിന്റെ ആണോ പവർ നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്തായിട്ട് എടുത്തത്? ബേസ് ആയിട്ട് എടുത്തത്. ആൻഡ് 8 എന്തായിരുന്നു? നമ്മുടെ റിസൾട്ട് ആയിരുന്നു 8 എന്ന് പറയുന്നത്. ആൻഡ് ദ പവർ ഓർ ദ എക്സ്പോണൻഷ്യൽ is 3. Okay, log to the base 2 of 8 is actually 3. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയാം 3^4. എന്താണ് 3^4 എന്ന് പറഞ്ഞാൽ? 3 into 3 9, 9 into 3 27, 27 into 3 81. ഓക്കെ, 3^4 നമുക്ക് 81 എഴുതാം. ഇത് ലോഗിൽ നമ്മൾ എങ്ങനെ എഴുതും? ലോഗ് to the base 3, okay, of 81 is equal to 4, right? Log to the base 3 of 81 is equal to 4. ഇങ്ങനെ നമുക്ക് എന്തിനെ എഴുതാം? ലോഗിനെ, അതായത് നമ്മൾ ഏതെങ്കിലും നമ്പേഴ്സിന്റെ പവറിന്റെ റിസൾട്ടിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗിന്റെ ടേമിൽ ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്: ലോഗ് ടു ദ ബേസ് 2 ഓഫ് 2 is equal to എന്തായിരിക്കും? ലോഗ് ടു ദ ബേസ് ഓഫ് 2 is equal to എന്തായിരിക്കും? അതായത് ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മളിപ്പോൾ എഴുതിയത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പറയാം: 2 എന്ന് പറയുന്ന ഒരു നമ്പറിന്റെ പവർ, അത് നമുക്കറിയില്ല, അത് നമ്മൾ ഈക്വൽ ടുന്റെ ഇപ്പുറത്താണ് എന്ത് ചെയ്താറ്? പവർ 3 എഴുതാറ്. ശരിയല്ലേ? അപ്പൊ ഈക്വൽ ടു സം നമ്പർ സേ n is equal to എത്രയാണ്? 2 ആണ് അല്ലേ? 2ന്റെ ഏത് പവറാണ് റിസൾട്ട് നമുക്ക് 2 തന്നെ തരുന്നത്? അതായത് 2 എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് 2 തന്നെ കിട്ടാറ്? 2^1 ചെയ്യുമ്പോൾ. അപ്പൊ ലോഗ് ടു ദ ബേസ് 2 ഓഫ് 2 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. ശരിയല്ലേ? ലോഗ് ടു ദ ബേസ് 2 ഓഫ് 2 ഈസ് ഈക്വൽ ടു 1. സിമിലർലി നമുക്ക് ഇങ്ങനെ എഴുതാം: ലോഗ് ടു ദ ബേസ് 3 ഓഫ് 3 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, എന്താണോ ബേസ് അത് തന്നെയാണ് റിസൾട്ട് വരുന്നതെങ്കിൽ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. ബേസും ആർഗ്യുമെന്റും സെയിം ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. ലോഗ് ടു ദ ബേസ് 10 ഓഫ് 10 ഈസ് ഈക്വൽ ടു 1. Very right. Log to the base 100 of 100 is equal to 1. Log to the base x of x is equal to 1. Generally നമുക്ക് അങ്ങനെ പറയാം. ജനറലി നമുക്ക് എന്ത് പറയാം?
log to the base a of a is equal to 1. Okay. അപ്പോൾ log to the base a of a is equal to 1 ആണ്. അപ്പോൾ ബേസും ആ വാല്യൂസ് ആ റിസൾട്ടും സെയിം ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും ആൻസർ കിട്ടുക? 1 ആയിരിക്കും ആൻസർ കിട്ടുക. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്താലോ, log to the base 10 of 100 is equal to എന്തായിരിക്കും? log to the base 10 of 100 is equal to എന്തായിരിക്കും? ഇതിങ്ങനെയല്ലേ വരാം, 10 raised to some number say n is equal to 100 അല്ലെ? 10ന്റെ ഏത് പവറാണ് നമുക്ക് 100 ആയിട്ട് കിട്ടാറ്? എന്തായിരിക്കും? n is equal to 2 ആയിരിക്കും അല്ലേ? 10 raised to 2 ആണ് 100 എന്ന് പറയുന്നത്. So log to the base 10 of 100 is actually 2. ശരിയല്ലേ? is actually 2. അപ്പോൾ നമുക്ക് ജനറൽ ആയിട്ട് മനസ്സിലായി എന്താണ് ലോഗ് ഒരു നമ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് പിടികിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോഗരിതമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോമൺ ലോഗ്, നാച്ചുറൽ ലോഗ് എന്ന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ സാധാരണ ലോഗ് കണ്ടുവരുന്നത് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിലും അതുപോലെ തന്നെ ന്യൂമറിക്കൽസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് സാധാ ലോഗാണ്. ഏത് ലോഗാണ്? നമ്മുടെ ലോഗ്, LOG ലോഗ് അല്ലെ? ഈ ലോഗാണ് നമ്മൾ എവിടെ ഉപയോഗിക്കാറ്? പ്രോബ്ലംസിലും ന്യൂമറിക്കൽസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ലോഗാണ്. ടു ദ ബേസ് 10 ഓഫ് എക്സ്, അതായത് നമ്മൾ സാധാ ലോഗ്, LOG ലോഗ് എന്ന് പറയുന്നത് ലോഗ് ടു ദ ബേസ് 10 ആണ്. സാധാരണ നമ്മൾ വെറുതെ ജസ്റ്റ് ലോഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ലോഗ് ടു ദ ബേസ് 10x എന്നാണ് അർത്ഥം. അതായത് അവിടെ എപ്പോഴും ബേസ് 10 ആണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാൽക്കുലേഷൻസിലൊക്കെ ചെയ്യുന്ന ലോഗിന്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്. അതിനാണ് നമ്മൾ കോമൺ ലോഗ് എന്ന് പറയുന്നത്. അതായത് ബേസ് കോമൺ ആണ്. എത്രയാണത്? 10 ആണ്. ലോഗ് ടു ദ ബേസ് 10 ഓഫ് എക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോമൺ ലോഗ് അല്ലെങ്കിൽ ലോഗ് എക്സ് എന്ന് പറയും. ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്? സാധാ നമ്മൾ യൂസ് ചെയ്യുന്ന ലോഗ് എക്സ്. ഓക്കെ, അതുപോലെ തന്നെ നാച്ചുറൽ ലോഗരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബേസ് ആയിട്ട് വരുന്നത് ആരായിരിക്കും? എക്സ്പോണൻഷ്യൽ ആയിരിക്കും. എന്താണ് എക്സ്പോണൻഷ്യൽ എന്ന് പറഞ്ഞാൽ? എക്സ്പോണൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇനെയാണ് നമ്മൾ എക്സ്പോണൻഷ്യൽ എന്ന് പറയാം. ഇ ഈസ് ഈക്വൽ ടു 2.718 ആണ്. അതായത് ഇവിടെ നമ്മൾ ബേസ് 10 എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ബേസ് ആരായിരിക്കും? ഒരു പർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും. ദാറ്റ് വാല്യൂ ഈസ് 2.718. അതായത് ലോഗ് ടു ദ ബേസ് ഇ ഓഫ് എക്സ് ആണ് എന്തെന്ന് പറയുന്നത്? നാച്ചുറൽ ലോഗരിതം. ഇതിനെ നമ്മൾ ജനറലി പറയാറ് LNX എന്നാണ്. ഇത് വായിക്കുന്നത് ഇങ്ങനെയാണ്, നാച്ചുറൽ ലോഗരിതം ഓഫ് എക്സ്. ഇത് വായിക്കുന്നത് ലോഗ് എക്സ്, നാച്ചുറൽ ലോഗരിതം ഓഫ് എക്സ് ആൻഡ് ലോഗ് എക്സ്. ഇവിടെ ബേസ് ആയിട്ട് വന്നിരിക്കുന്നത് ആരാണ്? എക്സ്പോണൻഷ്യൽ ആണ്, ഇ ആണ്. ഇക്ക് ഒരു വാല്യൂ ഉണ്ട് 2.718. ജനറലി നമ്മൾ നാച്ചുറൽ ലോഗ്, കെമിസ്ട്രിയിലൊക്കെ നമ്മൾ നാച്ചുറൽ ലോഗ് എക്സിന് പകരം നമ്മൾ ഇങ്ങനെ എഴുതും. അതിനെ നമ്മൾ സാധാ ലോഗിലേക്ക് ആക്കുമ്പോൾ 2.303 ലോഗ് എക്സ് ആണ്. അതായത് നാച്ചുറൽ ലോഗ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2.303 ലോഗ് എക്സ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇതാണ് കോമൺ ലോഗരിതവും നാച്ചുറൽ ലോഗരിതവും തമ്മിലുള്ള വ്യത്യാസം. ഇതിൽ ഈ നാച്ചുറൽ ലോഗരിതം പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്യാനും അതുപോലെ തന്നെ ചില എക്സ്പ്രഷൻസ്, കെമിസ്ട്രിയിലെ ചില എക്സ്പ്രഷൻസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നാച്ചുറൽ ലോഗരിതം യൂസ് ചെയ്യാറ്. ഫിസിക്സിലും അതുപോലെ മാത്സിലും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറ് സാധാരണ നമ്മുടെ കോമൺ ലോഗരിതം, അതായത് ലോഗ് ടു ദ ബേസ് 10 ആണ്. ലോഗരിതം എന്താന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി.